പാലസ്തീനിൽ കഴിഞ്ഞ 19 മാസത്തോളമായി കൂട്ടക്കുരുതി തുടരുന്ന സയനിസ്റ്റ് രാജ്യത്തിന് ശക്തമായ മുന്നറിയിപ്പുമായി സഖ്യരാഷ്ട്രങ്ങൾ രംഗത്ത് വരികയുണ്ടായി. ഗാസയിൽ വീണ്ടും സൈനിക ആക്രമണം തുടരാനാണ് പദ്ധതിയെങ്കിൽ ഇസ്രായേലിനെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ബ്രിട്ടനും ഫ്രാൻസും കാനഡയും ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. സൈനിക ആക്രമണം നിർത്തിവെക്കുകയും അതുപോലെ സഹായങ്ങൾ എത്തുന്നത് തടയുന്ന നടപടി അവസാനിപ്പിക്കുകയും ചെയ്യണം. ഇതില്ലെങ്കിൽ തങ്ങളുടെ ഭാഗത്തുനിന്ന് കടുത്ത നടപടി ഉണ്ടാകുമെന്ന് 3 രാജ്യങ്ങളും ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി രംഗത്ത് വരികയുണ്ടായി. ഇസ്രായേൽ ഭരണകൂടം സാധാരണക്കാർക്ക് ആവശ്യ മാനുഷിക സഹായം നിഷേധിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതുപോലെ അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ ലംഘനത്തിനുള്ള സാധ്യതകളും വലിയ രീതിയിലാണ് നിലനിൽക്കുന്നത്. അതുപോലെ വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റ കേന്ദ്രങ്ങൾ വികസിപ്പിക്കാനുള്ള ഏതൊരു ശ്രമത്തെയും ഞങ്ങൾ ശക്തമായി തന്നെയാണ് എതിർക്കുന്നത്. ഉപരോധങ്ങൾ ഉൾപ്പെടെ കൂടുതൽ നടപടികൾ സ്വീകരിക്കാൻ ഞങ്ങൾ ഒരിക്കലും മടിക്കുകയില്ല എന്ന് ബ്രിട്ടീഷ് സർക്കാർ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഗാസയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആക്രമണം വലിയ രീതിയിൽ കടുപ്പിക്കുകയാണ്. അതുപോലെ കരയാക്രമണം തുടങ്ങിയും ചെയ്തിരിക്കെയാണ് സഖ്യരാഷ്ട്രങ്ങൾ തന്നെ ഇസ്രായേലിനെ നിയന്ത്രിക്കാനായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഗാസ പൂർണ്ണമായും പിടിച്ചടക്കുന്ന സൈനിക നടപടി ഭാഗമായി ഗാസയിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഖാൻ യൂനിസിൽ വൻ ആക്രമണത്തിന് ഒരുങ്ങി നിൽക്കുകയാണ് ഇസ്രായേൽ എന്ന രാജ്യം. അതുപോലെ ജനങ്ങളോട് എത്രയും പെട്ടെന്ന് നഗരം വിട്ടുപോകാൻ ആവശ്യപ്പെട്ട് ലഘുലേഖകൾ നഗരത്തിലെങ്ങും വിതരണവും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യങ്ങൾക്കിടയിൽ ഗാസയിൽ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ 60-ലേറെ പാലസ്തീനികൾ കൊല്ലപ്പെടുകയുണ്ടായി. അതുപോലെ കഴിഞ്ഞ ഞായറാഴ്ച വരെ ഒരാഴ്ചക്കിടെ 464 പാലസ്തീനികളായിരുന്നു പ്രധാനമായിട്ടും കൊല്ലപ്പെട്ടിരുന്നത്. കൂടാതെ വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ ആക്രമണം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. മാത്രമല്ല നിരവധി അഭയാർത്ഥി ക്യാമ്പുകൾക്കെതിരെയും ആക്രമണം നടക്കുകയുണ്ടായി. ഗാസയിലെ പ്രോസ്തെറ്റിക് ആശുപത്രിയിൽ ബോംബിട്ടതിനെ ഖത്തർ അപലപിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല വികലാംഗർക്ക് വേണ്ടി ഖത്തറിന്റെ ചെലവിൽ പ്രവർത്തിക്കുന്ന ഹമദ് ആശുപത്രിയിലായിരുന്നു ബോംബിട്ട സഖ്യകക്ഷി രാജ്യങ്ങളുടെ സമ്മർദ്ദം പരിഗണിച്ച് ഗാസയിലേക്ക് പരിമിതമായ അളവിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്നതിന് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം കൂടുതലും അനുമതി നൽകിയിരുന്നത്. പട്ടിണി ശരിക്കും ഇല്ലാതാക്കുവാൻ ആവശ്യമായ അടിസ്ഥാന അളവിലെ ഭക്ഷ്യവസ്തുക്കൾ അനുവദിക്കൂ എന്ന് നെതന്യാഹുവിന്റെ ഓഫീസ് നിലവിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല 2.5 മാസത്തിലേറെയായി ഇസ്രായേൽ തുടരുന്ന ഉപരോധം മൂലം ഗാസയിലേക്ക് ഭക്ഷ്യവസ്തുക്കളോ മരുന്നോ ഇന്ധനമോ ഒന്നും തന്നെ ലഭിക്കാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അവിടെ പട്ടിണിയിൽ നരകിക്കുന്ന കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ ലോക മാധ്യമങ്ങളിൽ അച്ചടിച്ചു വന്നിരുന്നു. ഇതിനെ തുടർന്ന് സഖ്യരാജ്യങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചതാണ് ഉപരോധത്തിൽ നേരിയ ഇളവ് നൽകാൻ നിർബന്ധിച്ചതെന്ന് നെതന്യാഹു വീഡിയോ സന്ദേശത്തിൽ വെളിപ്പെടുത്തുകയും ചെയ്തു. ഇസ്രായേലിന്റെ ലോകത്തെ ഏറ്റവും വലിയ സുഹൃത്തുക്കൾ ഗാസയിലെ ജനങ്ങളെ മുഴുവൻ പട്ടിണിക്കിടുന്നതിനൊപ്പം തന്നെ നിൽക്കാനാകില്ലെന്നും ഇസ്രായേലിനെ പിന്തുണയ്ക്കാനാകില്ലെന്നും പറഞ്ഞതിനാലാണ് ഉപരോധങ്ങൾ ഇളവ് കൂടുതലും നൽകുന്നതെന്ന് നെതന്യാഹു വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാസയിലേക്ക് കുറഞ്ഞ അളവിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്നത് പുനരാരംഭിക്കാൻ ഇസ്രായേൽ തങ്ങളോട് പറഞ്ഞതായി UN റിലീഫ് സംഘത്തിന്റെ തലവൻ ടോം ഫ്ലെച്ചർ അറിയിക്കുകയും ചെയ്തു. ട്രക്കുകൾ കടത്തിവിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംബന്ധിച്ച ചർച്ചകൾ നടന്നു വരികയാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. പക്ഷേ എപ്പോഴാണ് അതിർത്തി തുറക്കുകയെന്ന് പാലസ്തീൻ അതോറിറ്റിയെ അറിയിച്ചിട്ടില്ലെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയ ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള മുനീർ അൽ ബർഷ് തുറന്നു പറയുകയും ചെയ്തു. അതേസമയം തന്നെ നെതന്യാഹു മന്ത്രിസഭയിലെ തീവ്ര വലതുപക്ഷ ഗാസയിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ കടത്തിവിടുന്നതിനെ അനുകൂലിക്കുകയും മറ്റും ചെയ്തിട്ടില്ല. ഇത് തെറ്റായ തീരുമാനമാണെന്ന് ദേശീയ സുരക്ഷാ മന്ത്രിയും അതുപോലെ വലതുപക്ഷ നേതാവുമായുള്ള ബെൻ ഗുർ വെളിപ്പെടുത്തുകയുണ്ടായി. അതേസമയം അറബ് രാജ്യങ്ങളുമായിട്ടാണ് അമേരിക്ക ഇപ്പോൾ പുതിയ കൂട്ടുകെട്ട് സൃഷ്ടിക്കുന്നത്. അമേരിക്കയുടെ ഈ കൂട്ടുകെട്ട് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് വൻതോതിലുള്ള തിരിച്ചടിയാണ് നൽകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനം തുടങ്ങിയ സാഹചര്യത്തിൽ തന്നെ ഇസ്രായേലിനെതിരെ കാര്യങ്ങൾ തിരിയുമെന്നൊരു തോന്നൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. മാത്രമല്ല സൗദി അറേബ്യ, ഖത്തർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവിടങ്ങളിലെ ട്രംപിന്റെ സമീപകാല പര്യടനങ്ങളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ പശ്ചിമേഷ്യയിൽ ഒരു പുതിയ സുന്നി നേതൃത്വത്തിലുള്ള സഖ്യം ശക്തമാകുന്നതിനെ തുടർന്ന് ഏറ്റവും ശക്തമായി സഖ്യകക്ഷിയായി ഇസ്രായേലിനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും കൂടുതൽ പ്രതിസന്ധികളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അറബ് രാജ്യങ്ങളുമായി ആയുധങ്ങൾ, ബിസിനസ്, അതുപോലെ സാങ്കേതിക വിദ്യ എന്നിവയുമായി ബന്ധപ്പെട്ട കരാറുകളാണ് അമേരിക്ക പ്രധാനമായിട്ടും ഒപ്പുവെച്ചിരിക്കുന്നത്. അറബ് രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ ആയുധ ഇടപാടുകളും അതുപോലെ സാമ്പത്തിക പങ്കാളിത്തങ്ങൾ എന്നിവയെല്ലാം തന്നെ നെതന്യാഹുവിന്റെ അജണ്ടയ്ക്ക് വിരുദ്ധമായി കാണപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടിയാണ്. അതിന് പിന്നിൽ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട കാരണം എന്നത് ഗാസ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടാണ് അറബ് രാജ്യങ്ങൾ പ്രധാനമായിട്ടും സ്വീകരിച്ചിരിക്കുന്നതെന്നാണ്. കൂടാതെ ഈ അറബ് രാജ്യങ്ങളുമായിട്ടാണ് ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത പിന്തുണ നൽകുന്ന രാജ്യമായിട്ടുള്ള അമേരിക്ക നയതന്ത്ര ബന്ധം കൂടുതലും ഇപ്പോൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ യഥാർത്ഥത്തിൽ നെതന്യാഹുവിന് തിരിച്ചടിയായിരിക്കുന്നതും ഇപ്പോൾ ഇതുതന്നെയാണ്. ഈ നിലനിൽക്കുന്ന സാഹചര്യങ്ങൾക്കിടയിൽ സൗദി അറേബ്യയുടെ മധ്യസ്ഥതയിൽ സിറിയൻ ഭരണാധികാരി അൽ ഷറയുമായി ട്രംപ് കൂടിക്കാഴ്ചയും നടത്തുകയുണ്ടായി.
കൂടാതെ ഇസ്രയേലിന് അത് അത്രയും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടില്ല. മാത്രമല്ല, സുന്നി ഗൾഫ് രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ പുതിയ നയതന്ത്ര ബന്ധം ഇസ്രയേലിന്റെ പ്രധാന എതിരാളികളായിട്ടുള്ള ഇറാനുമായി അമേരിക്ക കൂടുതൽ നല്ല ബന്ധത്തിലാക്കാനുള്ള സാധ്യതയും വലിയ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. അവയ്ക്ക് പുറമെ സിറിയയിലും ഇനി ഇസ്രയേലിന് അധികം നാൾ പിടിച്ചു നിൽക്കാൻ ഒരുപക്ഷെ കഴിയുകയില്ല. പശ്ചിമേഷ്യൻ അറബ് രാജ്യങ്ങളുമായുള്ള ട്രംപിന്റെ നയതന്ത്ര ബന്ധം ഇപ്പോൾ ഇസ്രയേലിന് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായി മാറിയെന്നാണ് നയതന്ത്രജ്ഞർ കൂടുതലും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതുപോലെ സൗദി അറേബ്യ, ഖത്തർ, UAE എന്നിവിടങ്ങളിലൂടെയുള്ള ട്രംപിന്റെ പര്യടനം വെറും ഒരു വിജയയാത്ര മാത്രമായിട്ടല്ല കൂടുതലും വീക്ഷിക്കുന്നത്. ഇസ്രയേലിനെതിരെ നിലനിൽക്കുന്ന സുന്നി അറബ് രാജ്യങ്ങളുമായുള്ള സൗഹൃദ ബന്ധം ഈ യാത്രയിലൂടെ കൂടുതൽ ശക്തമാക്കുവാനും ട്രംപിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഗാസ സംഘർഷം ഇത്രയും പ്രശ്നത്തിലാക്കിയത് നെതന്യാഹുവിന്റെ ചില നയങ്ങളാണെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയിൽ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഇസ്രയേലിനെ മറികടന്നുകൊണ്ട് നടത്തിയ ട്രംപിന്റെ പര്യടനം യഥാർത്ഥത്തിൽ നെതന്യാഹുവിന് നൽകുന്ന വ്യക്തമായ സന്ദേശമായിട്ടാണ് കൂടുതലും ആളുകൾ വീക്ഷിക്കുന്നത്. മാത്രമല്ല, ഇസ്രയേൽ എന്ന രാജ്യത്തെ കൂടുതലും പിന്തുണച്ചിരുന്നത് അമേരിക്ക എന്ന രാജ്യം മാത്രമാണ്. അറബ് രാജ്യങ്ങളുമായി ട്രംപ് കൂടുതൽ അടുത്തതിനെ തുടർന്നുകൊണ്ട് ഇസ്രയേലിന് ഇനി അമേരിക്കയുടെ പിന്തുണ അധിക നാൾ ഉണ്ടാകില്ല എന്ന് നയതന്ത്രജ്ഞരെല്ലാം തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ട്രംപ് ഭരണകൂടം നെതന്യാഹുവിന് വളരെയധികം നിരാശയിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുപോലെ ആ നിരാശ ഇപ്പോൾ വ്യക്തമായി കാണിക്കുകയാണെന്ന് റിപ്പബ്ലിക്കൻ മുൻ പ്രസിഡന്റ് ജോർജ് W. ബുഷിന്റെ കീഴിലുണ്ടായിരുന്ന നിയർ ഈസ്റ്റേൺ അഫയേഴ്സിന്റെ മുൻ അമേരിക്കൻ അസിസ്റ്റന്റ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഡേവിഡ് ഷെങ്കറും വെളിപ്പെടുത്തുകയുണ്ടായി. അതേസമയം തന്നെ അമേരിക്കയ്ക്ക് ആഴത്തിലുള്ള ഉഭയകക്ഷി പിന്തുണയുള്ള ഒരു സുപ്രധാന സഖ്യകക്ഷിയായിട്ടുള്ള ഇസ്രയേലിനെ അമേരിക്ക ഉപേക്ഷിക്കുകയില്ലെന്ന് ട്രംപ് ഭരണകൂടം വെളിപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ പൊതുവെ സ്വന്തം കാര്യം മാത്രം നോക്കാറുള്ള ഒരു സ്വഭാവമാണ് ട്രംപിനുള്ളത്. അതിനാൽ തന്നെ ട്രംപിന്റെ വാക്കുകളുടെ സത്യസന്ധത എത്രത്തോളം ഉണ്ടെന്ന് ഇനി മുന്നോട്ട് കണ്ടറിയേണ്ടതുണ്ട്. ഗാസയിൽ വെടിനിർത്തൽ, അതുപോലെ ഇറാന്റെ ആണവ പദ്ധതി എന്നിവയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്കയുടെ ഇടപെടൽ നെതന്യാഹുവിന് വളരെയധികം പ്രതിസന്ധികളും സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയുമായുള്ള ബന്ധത്തിൽ വലിയ രീതിയിൽ വിള്ളൽ രൂപപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. ഈ സാഹചര്യങ്ങൾക്കിടയിൽ ഇറാനെതിരായ സൈനിക നടപടിക്ക് പിന്തുണ തേടി നെതന്യാഹു അമേരിക്കയിൽ സന്ദർശനവും നടത്തിയിരുന്നു. പക്ഷേ ഇറാൻ പിന്തുണയുള്ള ഹൂതികളുമായി യെമനിൽ വെടിനിർത്തൽ അമേരിക്ക പ്രഖ്യാപിച്ചു. അതുപോലെ സിറിയയുമായി നേരിട്ട് ഇടപഴകിയതും അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച ട്രംപ് രംഗത്തെത്തിയതും ഇസ്രയേലിന് നിലനിന്നിരുന്ന നിലപാടുകളിൽ നിന്നും അമേരിക്കയ്ക്ക് വന്ന മാറ്റത്തിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ്.